തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. മണിക്കൂറുകളോളം മലയാളികളെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു വാർത്ത. 37 മണിക്കൂറിന് ശേഷമായിരുന്നു പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ പെൺകുട്ടിയെ ഇനി കേരളത്തിലേക്ക് എത്തിക്കുന്നതുൾപ്പെടെയുള്ള നിയമപരമായ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ഏറെയുണ്ട്. അസംബാലികയുടെ അരികിലേക്ക് കേരള പോലീസ് സംഘം ഇന്ന് എത്തും. CWCയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വൈകാതെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് നീക്കം. മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്നതിൽ ബാലികയുടെ മൊഴിയെടുത്ത ശേഷമാകും തീരുമാനമുണ്ടാവുക. അസം സ്വദേശിനിയായ 13 വയസ്സുകാരി തസ്മിക് തംസിമിനെ തിരികെ വിശാഖപട്ടണത്ത് നിന്ന് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി 5 അംഗ പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഇന്ന് രാവിലെ വിജയവാഡയിലെത്തും. അവിടെ നിന്ന് വൈകുന്നേരത്തോടെയായിരിക്കും വിശാഖപട്ടണത്ത് എത്തിച്ചേരുക. വിശാഖപട്ടണത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടിയെ അവിടെ നേരിൽ കണ്ട് നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മലയാളി സമാജം ഒരുക്കുന്ന ഒരു സ്നേഹവിരുന്നിൽ കൂടി പങ്കാളികളായതിനു ശേഷമായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുമായി തിരികെ നാട്ടിലേക്ക് വരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കാം അവർ വിജയവാഡയിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. സ്വാഭാവികമായി നാട്ടിൽ അവളെ എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി തുടർന്ന് അവളുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും എങ്ങനെയായിരിക്കണം മാതാപിതാക്കൾക്കൊപ്പം അവളെ വീട്ടിലേക്ക് വിടണോ, കഴക്കൂട്ടത്തേക്ക് തന്നെ വിടണോ, അതോ അതിനപ്പുറത്തേക്ക് ഈ ശിശുക്ഷേമ സമിതിയെ കുട്ടിയെ ഏൽപ്പിക്കണോ, ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. സ്വാഭാവികമായി ഈ വീട്ടിലുണ്ടായിരുന്ന അൻവർ ഹുസൈൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ് വീട് വിട്ടു പോകാൻ ഈ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. അവൾ തന്നെ അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ തന്നെയാണ് ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. സ്വാഭാവികമായി ആ കാര്യങ്ങളിൽ ഈ പെൺകുട്ടിയെ നാട്ടിൽ എത്തിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കും. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും പ്രധാനമാകാൻ പോകുന്നത് പെൺകുട്ടി കേരള പോലീസിന് നൽകുന്ന മൊഴിയായിരിക്കും. അതിനുവേണ്ടി മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അവളെ വിട്ടു നൽകുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ഹുസൈൻ അടക്കമുള്ള പിതാവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഉള്ളത്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയുടെ മൊഴി പരിഗണിച്ച് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. അതാണ് പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് എത്തുന്നു. അതിനുശേഷം പോലീസ് സംഘം ഈ പെൺകുട്ടിയുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ളത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ ആണ്. അവരുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം രേഖാമൂലം മാത്രമാണ് പോലീസിന് പെൺകുട്ടിയെ കൈമാറുകയുള്ളൂ. പിന്നീട് പെൺകുട്ടിയിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ തീർച്ചയായും ശേഖരിക്കും. അതോടൊപ്പം തന്നെ പെൺകുട്ടിയെ നാട്ടിലേക്ക് തിരികെ എത്തിക്കും. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട്. ഡാൻ, ഈ സംഘം അവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് പോലീസ് സംഘവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. എപ്പോൾ ഈ കുട്ടി തിരികെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, 9 മണിയോടെയാണ് വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് നമ്മുടെ പോലീസ് സംഘം, കേരള പോലീസിന്റെ 5 അംഗ സംഘം പുറപ്പെടുക എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. അവർ 3:30 വിശാഖപട്ടണത്ത് എത്തിച്ചേരും. വിശാഖപട്ടണത്ത് എത്തിയതിനു ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുമായി അവിടെ ചർച്ച നടത്തും. സ്വാഭാവികമായി ഈ കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ച അവിടുത്തെ മലയാള സമാജത്തിന്റെ പ്രതിനിധികളടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കാനായി സ്റ്റേഷനിലേക്ക് അടക്കം എത്തുന്നുണ്ട്. സ്വാഭാവികമായി അവിടെ നിന്നായിരിക്കും അവർ ഈ CWCയിലെത്തി ഈ കുഞ്ഞിനെ അവിടെ നിന്ന് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പക്കലേക്ക് കൊച്ചിനെ തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. അത് പൂർത്തിയാക്കി മലയാളി സമാജം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കും ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ചടങ്ങായിട്ടാണ് അവർ അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ കൂടി പങ്കാളികളായതിനു ശേഷം ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അവിടെ നിന്ന് തിരികെ നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നത്. അതായത് കൊച്ചുവേളിയിലേക്കായിരിക്കും അവർ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സമാന്തരമായി പോലീസിന്റെ അന്വേഷണം ഈ കുട്ടി വീട് വിട്ടു പോകാൻ ഇടയായ സാഹചര്യം കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഭരത് റെഡ്ഡി തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കൃത്യമായി ഈ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്ത് നിന്ന്
കുട്ടിയോട് ക്രൂരമായ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കുട്ടിയെ ഇവിടെ എത്തിച്ച് അവരുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഇവരെ വിളിച്ചു വരുത്തി, അതായത് ഈ വീട്ടിലേക്ക് ഈ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വീട്ടിലെത്തിയോ വിശദമായി അവരുടെ മൊഴി രേഖപ്പെടുത്തുക. സ്വാഭാവികമായി കുട്ടി നൽകുന്ന മൊഴി ഇതിൽ നിർണായകമാകും. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് മലയാളി സമാജം പ്രതിനിധികളുടെ ഫോണിൽ നിന്നാണ് ഈ കുട്ടിയെ ഈ മാതാപിതാക്കളോട് സംസാരിക്കാനായുള്ള അവസരമൊരുക്കിയത്. അപ്പോഴും അമ്മയോട് സംസാരിക്കാൻ അവൾ വിമുഖത കാട്ടിയിരുന്നു. ഫോണിൽ മൗനം മാത്രമായിരുന്നു. അങ്ങേ തലയ്ക്കൽ അമ്മയാണ് എന്ന് പറയുമ്പോൾ പക്ഷേ പിതാവിന്റെ അടുത്ത് അൻവർ ഹുസൈന്റെ അടുത്ത് അവൾ വൈകാരികമായി തന്നെയാണ് സംസാരിക്കുകയും ചെയ്തത്. അതൊക്കെ മലയാള സമാജത്തിന്റെ പ്രതിനിധികൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കുട്ടി നൽകുന്ന മൊഴി അത് ഏറെ നിർണായകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാതാപിതാക്കൾക്കൊപ്പം വിടണമോ അതോ ശിശുക്ഷേമ സമിതിയിലേക്ക് അവളെ മാറ്റണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു നിർണായകമായ തീരുമാനമായി മാറാൻ പോകുന്നതും. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കാൻ കഴിയുമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതും. അഭിലാഷ്, തീർച്ചയായും പോലീസ് സംഘം എത്തുകയാണ് വിശാഖപട്ടണത്തേക്ക്. കുട്ടിയെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സംഘം പുറപ്പെട്ടിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തയും വിശദാംശങ്ങളും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് അവിടുത്തെ അസോസിയേഷൻ, മലയാളി അസോസിയേഷന്റെ മലയാളി സമാജത്തിന്റെ ഒരു ഇടപെടൽ കൂടിയായിരുന്നു. ന്യൂസ് 18 ഉൾപ്പെടെ ഈ പെൺകുട്ടി ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന്റെ സൂചനകളും റിപ്പോർട്ടുകളും എല്ലാം പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചിരുന്നു. അങ്ങനെ മാധ്യമ വാർത്തകൾ കൂടി കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മലയാളി സമാജം പ്രവർത്തകർ ഈ ട്രെയിനിൽ പരിശോധന നടത്തിയത്. കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് എന്നാണ് വിശാഖപട്ടണത്തെ മലയാളി സമാജത്തിന്റെ പ്രതിനിധി NN പിള്ള പറയുന്നത്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതാണ് എന്നും കുട്ടി സന്തോഷവതിയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സന്തോഷവതിയാണ്, കുഴപ്പമില്ല. ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പം കുട്ടിയുള്ളത്. ഒരു ഗേൾസിന് മാത്രമുള്ള ഒരു ഹോമാണ്. അവിടെയാണ് കുട്ടി സുരക്ഷിതയാണ്. ഇപ്പൊ ഇന്ന് നാട്ടിൽ നിന്നും പോലീസ് ടീം ഒരു 3 മണിക്ക് വരുമെന്നാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരം. അവർ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. കുട്ടിക്ക് ഞാനും എന്റെ വൈഫും കൂടെ കുറെ നേരം സംസാരിച്ചു കുട്ടിയോട്. അപ്പൊ കുട്ടി പറയുന്നത് അതിന് ആസാമിലേക്ക് പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. അവര് താത്താന്ന് പറയുന്നത്. എന്റെ കണക്കൂട്ടിൽ അത് അപ്പൂപ്പനും അമ്മൂമ്മയും ആയിരിക്കണം എന്നെനിക്കൊരു തോന്നലുണ്ട്. അങ്ങനെ അവർക്ക് പഠിക്കണമെന്നും പറയുന്നുണ്ട്. കുട്ടിക്ക് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മർദ്ദനമല്ല അവിടെ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു വീട്ടിൽ നിന്ന് ചേട്ടന് കൊച്ചുങ്ങൾ തമ്മിലുള്ള വഴക്കിന് പേരൻസ് കയറി ഇടപെടുന്നു. അതിൽ കൂടുതൽ അമ്മ ഇൻവോൾവ് ആവാറുണ്ട്. അമ്മ അടിക്കാറുണ്ട് ഈ കുട്ടിയെ. എന്തെങ്കിലും കൊടുത്താൽ നല്ല കുട്ടി. ആ കുട്ടി നല്ല ബുദ്ധിമതിയാണ്, നല്ല സ്മാർട്ട് കുട്ടിയാണ്. തീർച്ചയായും ആ പെൺകുട്ടി മലയാളികളുടെ കരങ്ങളിൽ തന്നെയാണ് എത്തിയത് എന്നതുകൊണ്ട് സുരക്ഷിതയാണ്. ഇനി തീർച്ചയായും അധികൃതരുടെ ഇടപെടൽ കൂടി ഉണ്ടാകും. ഭാവിയിലും സുരക്ഷിതയായി തന്നെ തുടരാൻ അസം സ്വദേശിനിയായ 13-കാരിക്ക് സാധിക്കുമെങ്കിൽ മലയാള സിനിമയിൽ